അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിപ്പോൾ മുംബൈ എയർപോർട്ടിലാണ് അല്ലേ? അപ്പോൾ നമ്മൾ 10 ദിവസത്തിന് ഇങ്ങോട്ട് നാട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഇന്നാണ് നമ്മൾ യുഎഇക്ക് പോണത് തന്നെ. പിന്നെ ഇന്നലെ ഒക്കെ റൺസിക്ക് ഛർദിയായിരുന്നു. എനിക്ക് മിഞ്ഞാന്നൊക്കെ ഛർദി ഉണ്ടാവണ മാതിരി തോന്നൽ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഓക്കെ ആയി. ഓക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. മുംബൈ എയർപോർട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചു. പിന്നെ 11 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യണം. കാലിക്കറ്റ് ടു മുംബൈ, മുംബൈ ടു റാസൽ ഖൈമയാണ് നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ്. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. 2 നേരം കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. വരുമ്പോഴും പോകുമ്പോഴും കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ വരുമ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നല്ല അല്ലേ? ഓക്കെ. പക്ഷേ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു പോയത്. ഉപ്പ ഓഗസ്റ്റ് 23-ാം തീയതി പോയി, ഞങ്ങൾ സെപ്റ്റംബർ 7-ാം തീയതി പോയി. പിന്നെ നമ്മളിപ്പോൾ ഫുഡ് അയച്ചു എയർപോർട്ടിൽ നിന്ന്. നല്ല വ്യൂ ഒക്കെ ഉണ്ട്. നമ്മൾ പുറത്തിറങ്ങണ്ടെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ലാസ്റ്റ് ടൈം കണക്ഷൻ ഫ്ലൈറ്റ് വന്നപ്പോൾ കാലിക്കറ്റ് ടു മുംബൈയും മുംബൈ ടു റാസൽ ഖൈമയായിരുന്നു. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ തന്നെ പോയിരുന്നു. അപ്പം പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ പോകേണ്ടത് ന്യൂ മുംബൈ അല്ലേ? പക്ഷേ ന്യൂ മുംബൈ കുറേ ലോങ് അയക്കാനും. അപ്പോൾ അവർ സമ്മതിക്കില്ല. സമ്മതിക്കും, പക്ഷേ ഭയങ്കര ലോങ് ആണ്. നമ്മൾ 11 മണിക്കൂറല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ നിന്ന് നമുക്ക് ഫണ്ണാക്കാം അല്ലേ? ഞാനിവിടെ ചാർജ് ചെയ്യാൻ പോകുന്നത്. ഈ സ്വിച്ച് അവിടെ കൊള്ളണില്ല. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ വെച്ചു. ഏത് ഊണാണ് അവിടെ മണ്ടിയ ബോർഡ് ഭയങ്കര എരിവാണ്. എരുണ്ടാ? നമ്മൾ ഈ ബ്രെഡ് ഉണ്ടാക്കുവാണ്. ഏറ്റവും